എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് ഇന്ന് കുമാരനെല്ലൂർ അമ്മയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചാണ് വന്നിരിക്കുന്നത്. കുമാരനെല്ലൂർ അമ്മയെക്കുറിച്ചുള്ള ഐതിഹ്യമറിഞ്ഞ് ആദിപരാശക്തിയായ കാർത്യായനിയെ ദർശനം നടത്തുന്നു. കുമാരനെല്ലൂർ ഭഗവതിയെ തൊഴാൻ ധാരാളം ഭക്തജനങ്ങൾ എത്താറുണ്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. കുമാരനെല്ലൂർ എന്ന പേര് വരുന്നതിന് മുമ്പ് തിങ്കൾക്കാട് എന്ന പേരിലായിരുന്നുവെന്ന് ചരിത്രവും കേട്ടിട്ടുണ്ട്. 2400 വർഷങ്ങൾക്ക് മുമ്പാണ് ചേരമാൻ പെരുമാൾ കുമാരന് വേണ്ടി, അതായത് സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ടി ഇപ്പോൾ കുമാരനെല്ലൂർ ദേവിയുടെ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത്. ദേവിയെ ഉദയനായികപുരത്ത് ആണ് പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിച്ചത്. അത് ഇപ്പോൾ ഇരിക്കുന്ന ദേവിയല്ല, അല്ലാതെ ഒരു ദേവി പ്രതിഷ്ഠ നടത്താനുമാണ് തീരുമാനിച്ചത്. കുമാരിയുടെ നല്ലൂരാണ് കുമാരനെല്ലൂർ എന്നും പറയുന്നുണ്ട്. ദേവിയുടെ ചരിത്രമറിഞ്ഞ് ധാരാളം പേര് ഈ ദേവിയുടെ ദർശന പുണ്യം തേടി ഇവിടെ എത്താറുണ്ട്. ഇവിടുത്തെ ബലിക്കൽപ്പുരയിൽ ദേവിയുടെ വളരെ വർഷം പഴക്കമുള്ള ഒരു മനോഹരമായ ചിത്രം കാണാൻ കഴിയും. പഞ്ചസ്വരൂപിണിയായാണ് ദേവി കുടികൊള്ളുന്നത്. രാവിലെ നട തുറക്കുന്ന സമയത്ത് സരസ്വതിയായും, പ്രഭാതപൂജ തുടങ്ങുമ്പോൾ ലക്ഷ്മിയായും, പന്തീരടി പൂജ സമയത്ത് പാർവതിയായും, ഉച്ചയ്ക്ക് ദുർഗയായും, വൈകിട്ട് ഭദ്രകാളി അല്ലെങ്കിൽ ഭുവനേശ്വരിയായുമാണ് ദേവി ദർശനമരുളുന്നത്. ദേവിയെ തൊഴുത് പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ കിഴക്കോട്ട് ദർശനമായുള്ള മഹാദേവനെയും വണങ്ങാൻ കഴിയും. ഉപദേവതയായി വെളിയിൽ ദുർഗയുടെ ക്ഷേത്രമുണ്ട്, ഗണപതിയുടെ ക്ഷേത്രമുണ്ട്. വനദുർഗയായതിനാൽ മേൽക്കൂരയില്ല. ദുർഗയുടെ ക്ഷേത്രമുണ്ട്. ഭദ്രകാളി ഭാവത്തിലാണ്. വൈഷ്ണവ ചൈതന്യമാണെങ്കിലും പരശുരാമൻ പ്രതിഷ്ഠിച്ചതുകൊണ്ട് ശൈവ സാന്നിധ്യവും ഉണ്ട്. പരശുരാമൻ്റെ ഉപാസനാമൂർത്തിയാണല്ലോ ശിവൻ. ഏതായാലും ദേവി ആദിപരാശക്തിയായ കാർത്യായനിയായി ഇവിടെ വാഴുന്നു. സ്വയംഭൂവായാണ് ഇവിടെ ദേവി വന്നത്. പിന്നീടാണ് ആ ചൈതന്യം വിഗ്രഹ രൂപത്തിൽ പ്രതിഷ്ഠിച്ചത്. അതിന് പിന്നിൽ ഒരു കഥ പറയാറുണ്ട്. മധുരയുമായും അവിടുത്തെ പൂജാരിയുമായും ബന്ധപ്പെട്ടതാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ദേവിയുടെ മൂക്കുത്തി കാണാതെ പോയി. ക്ഷേത്രത്തിൽ മുഴുവനും നോക്കി, പല അന്വേഷണങ്ങളും നടത്തി. പൂജാരി എടുത്തിട്ടില്ല എന്ന് ആണയിട്ട് പറയുകയും ചെയ്തു. രാജാവ് പല അന്വേഷണങ്ങളും നടത്തി. ഒരു തെളിവും ലഭിച്ചില്ല. സ്വാഭാവികമായ ഒരു സംശയം രാജാവിൽ ഉടലെടുത്തു. എല്ലാവർക്കും തോന്നാം ആ ഒരു സംശയം നമുക്കൊക്കെ തന്നെ. അദ്ദേഹം പൂജാരിയെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, 41 ദിവസത്തിനകം മൂക്കുത്തി കണ്ടെടുത്ത് നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ ഗളച്ഛേദനം നടത്തുമെന്ന്. ദേവീഭക്തനായ പൂജാരി ദേവിയുടെ നടയിലെത്തി ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞു, അമ്മയ്ക്കറിയാമല്ലോ എല്ലാം, എൻ്റെ നിരപരാധിത്വം തെളിയിച്ചു തരണേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അങ്ങനെ 40 നാൾ കഴിഞ്ഞു. 41-ാമത്തെ ദിവസം ഗളച്ഛേദനമാണ്. രാത്രിയിൽ ഇങ്ങനെ ഒരു അശരീരി പൂജാരി കേട്ടു. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പലായനം ചെയ്തുകൊള്ളൂ. അത് കേട്ടപ്പോൾ അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീണു. പിന്നീട് കണ്ണു തുറന്നപ്പോൾ ശ്രീകോവിൽ നിന്നും ഒരു ചൈതന്യം തന്നെ മാടി വിളിച്ച് വഴികാട്ടി മുമ്പേ നടക്കുന്നു. അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ അവിടെ തന്നെയാണ് കിടപ്പ്. അദ്ദേഹം തേജസ്സിനൊപ്പം നടന്നു. തേജസ് ചെന്ന് കുമാരന് വേണ്ടി ചേരമാൻ പെരുമാൾ പണിക്കുന്ന ക്ഷേത്ര ശ്രീകോവിലിൽ ചെന്നിരുന്നു. രാത്രിയായിരുന്നു. ക്ഷേത്രമാണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഏതോ കെട്ടിടമാണല്ലോ എന്ന് കരുതി അദ്ദേഹം ക്ഷീണം കൊണ്ട് അവിടെ കയറിയതാണ്. അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. കുറച്ച് പണികൾ കൂടി തീരാനുണ്ടായിരുന്നുള്ളൂ ആ ക്ഷേത്രത്തിൻ്റെ. പൂജാരി രാവിലെ ഉണർന്നപ്പോഴാണ് ഇത് ഒരു ക്ഷേത്രമാണെന്ന് തന്നെ മനസ്സിലായത്. അപ്പോഴാണ് അദ്ദേഹം അത് കണ്ടത്. സാക്ഷാൽ മധുര മീനാക്ഷി ആ ശ്രീകോവിലിരിക്കുന്നു. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇവിടെ സ്വയംഭൂവായി ദേവി കുടികൊണ്ടിരിക്കുന്നുവെന്ന്. ധാരാളം ആളുകൾ ഇത് കേട്ട് എത്തി. ചേരമാൻ പെരുമാൾ രാജാവും വിവരമറിഞ്ഞ് അവിടെ എത്തി. അദ്ദേഹം പറഞ്ഞു, ഇവിടെ കുമാരനെയാണ്, സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രതിഷ്ഠിക്കുന്ന, ദേവിയല്ല. ഉടൻ തന്നെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടത്തുകയും ചെയ്യും. അല്പം ദേഷ്യത്തോടെയാണ് പറഞ്ഞത്. വീണ്ടും പറഞ്ഞപ്പോൾ പൂജാരി പറഞ്ഞു, അങ്ങ് എന്നെ തൊട്ടുകൊണ്ട് ശ്രീകോവിലേക്ക് ഒന്ന് നോക്കൂ. രാജാവ് അതുപോലെ ചെയ്തു. അപ്പോൾ സർവാഭരണഭൂഷിതയായ ദേവിയെ ദർശിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആദ്യമായി ദേവിയുടെ ദർശനവും രാജാവിന് ലഭിച്ചു. ഇവിടെ ദേവിയെ തന്നെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നടത്താൻ മനസ്സോടെ അദ്ദേഹം തീരുമാനിക്കുന്നു. എന്നിട്ട് അദ്ദേഹം കുമാരൻ്റെ വിഗ്രഹവും കൊണ്ട് ഉദയനായികപുരത്തേക്ക് യാത്ര തുടർന്നു. ആ സമയത്ത് വഴി മുഴുവനും മഞ്ഞും കൊണ്ട് നിറഞ്ഞു. യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ട്. കാരണം ദേവിയെ കൊണ്ട് അദ്ദേഹം വളരെ ഇഷ്ടമല്ലാതാണ് പോയിരിക്കുന്നത്. കുമാരനെ പ്രതിഷ്ഠിക്കാനിരിക്കുന്ന ക്ഷേത്രത്തിൽ ഈ ദേവിയെ കൊണ്ടുവന്നതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ വിഷമത്തോടാണ് പോകുന്നത്. യാത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ അങ്ങനെ ദേവിയോട് ചെയ്ത അപരാധം കൊണ്ടാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മഞ്ഞ് മാറ്റിത്തരണേയെന്ന് പ്രാർത്ഥിക്കുകയും
വഴി കാണാൻ മേലാത്ത കണക്ക് മഞ്ഞ്. അങ്ങനെ അദ്ദേഹം ദേവിയോട് മാപ്പ് ചോദിച്ചു. എന്നിട്ട് ആ നിന്ന സ്ഥലം തൊട്ട് കുമാരനെല്ലൂർ വരെയുള്ള സ്ഥലം, മാഞ്ഞൂർ എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം ആ മഞ്ഞ് കണ്ട സ്ഥലം, അവിടെ നിന്ന് കുമാരനെല്ലൂർ വരെയുള്ള സ്ഥലം ദേവിക്ക് എഴുതി കൊടുത്തു. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിക്കും ധാരാളം സ്ഥലങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് പൂജാരിയുടെ ആ എതിർപ്പിനെ അവഗണിച്ച് തൻ്റെ യാത്ര പുറപ്പെട്ടത് ദേവിക്ക് ഇഷ്ടമല്ലാത്തതിനാലാണെന്ന് മനസ്സിലായി. അപ്പോൾ അശരീരി ഉണ്ടായി. കുമാരനല്ല ഊരിലെന്ന്. അങ്ങനെ കുമാരനല്ലൂർ എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. കുമാരിയുടെ നല്ലൂരാണ് കുമാരനെല്ലൂരായതെന്നും പറയുന്നു. ഏതായാലും ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് സർവ്വ അഭിഷ്ടങ്ങളും സാധിച്ചു കൊടുക്കും അമ്മ. ബാക്കി നമുക്ക് കഥയിലോട്ട് കിടക്കാം. ദേവീ വിഗ്രഹം കൊണ്ട് കുമാരനെല്ലൂർക്ക് മടക്കുന്ന വഴിയിൽ രാജാവിന് ഈ വിഗ്രഹമല്ല അവിടെ പ്രതിഷ്ഠിക്കേണ്ടത്, ഉചിതമായ മറ്റൊരു വിഗ്രഹം വേണം, ഇത് അത്ര പോരാ എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ സ്വപ്നത്തിൽ ഇങ്ങനെ പറയുന്നതായി തോന്നി: വേദഗിരി എന്ന സ്ഥലത്ത് കിണറ്റിലൊരു വിഗ്രഹം ഉണ്ട്, അത് കണ്ടെത്തുക, അതാണ് ഉചിതമായതെന്ന്. പറഞ്ഞ പ്രകാരം തന്നെ ചെയ്യാൻ തീരുമാനിച്ച് രാജാവ് പിറ്റേ ദിവസം മഹർഷിവര്യന്മാരെയും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയും സ്ഥലവാസികളെയും ഒക്കെ കൂട്ടി അവിടെ എത്തുകയും കിണറ്റിൽ ആ വിഗ്രഹം കണ്ടെത്തുകയും ചെയ്തു. ആ സമയം തന്നെ ജടാധാരിയായ ഒരു മഹർഷി അവിടെ എത്തുകയും അദ്ദേഹം ആ വിഗ്രഹത്തിലെ ചൈതന്യം ആവാഹിച്ച് ആ വിഗ്രഹവും എടുത്ത് പ്രതിഷ്ഠ നടത്തിയത് എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ ദേവീ ചൈതന്യങ്ങളെയും ആവാഹിച്ച് പരശുരാമൻ അവിടെ പ്രതിഷ്ഠിച്ചു എന്ന ഐതിഹ്യം. ഇവിടെ എത്തി സങ്കടം പറയുന്നവർക്ക് അവരുടെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കുന്ന സർവാഭിഷ്ടദായിനിയാണ് കുമാരനെല്ലൂർ ഭഗവതി എന്ന് നമുക്കറിയാൻ കഴിയും. ഇവിടെ എത്തി ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നവർക്ക് അതെ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ വീട് കോട്ടയമാണ്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതും നിങ്ങളോട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതും. എല്ലാവർക്കും ഞാൻ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് തൊഴണം. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. കുമാരനെല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമസ്കാരം.